നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ ബബിതയ്ക്ക് നല്ല ഇടിവിട്ട് പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ബബിതയുടെ കള്ളത്തരമൊക്കെ അലീന കണ്ടുപിടിക്കുന്നുണ്ട്. വീട്ടിലാളില്ലാത്ത സമയത്ത് ബബിത എന്ത് ചെയ്തു? നേരെ തന്റെ കാമുകനായ അമലിനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുവാണ്. പറ്റിയ അവസരം തന്നെ. ആരുമില്ലല്ലോ. രോഹിത് കോളേജിലേക്ക് പോയി, കൃഷ്ണമോള് സ്കൂളിലും പോയി, ബാലേന്ദ്രൻ കടയിലേക്ക് പോയി. അലീന ഇനി എപ്പോഴാ വരുന്നത് എന്താണെന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ അമലിനെ വിളിച്ച് മുറിയിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ സല്ലപിക്കുവാണ്. അതേ സമയത്താണ് അലീനയുടെ വരവ്. അലീന അത്ര നേരത്തെ വരുമെന്നൊന്നും ബബിതയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. വരുവാണേലും ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയോ വരത്തുള്ളൂ. പക്ഷേങ്കിൽ ഈ 10 മണിക്ക് മുമ്പ് അലീന വരുമെന്നുള്ള കാര്യം അറിയത്തില്ലാത്തതുകൊണ്ട് ബബിതയ്ക്ക് നല്ല പണി തന്നെ കിട്ടുന്നേ. അങ്ങനെ മനുശങ്കർ പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന അങ്ങോട്ട് വന്ന് കോളിംഗ് ബിൽ അടിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബിത വീട്ടിലുണ്ടെന്നുള്ള കാര്യം. അപ്പം അതായിരുന്നു കോളിംഗ് ബിൽ അടിക്കുന്നത്. ആ സമയം മുറിയിലുണ്ടായിരുന്ന ബബിത ഞെട്ടി. എൻ്റെ ഭഗവാനെ, ഈ സമയത്ത് ഇതാരാ? പെട്ടെന്ന് അവൾ പറഞ്ഞു, എടി പ്രശ്നമാവോ? ആരാന്ന് അറിയത്തില്ലോ. ഇനിയിപ്പോൾ അവളെങ്ങാനൊന്നും അറിയത്തില്ല. ആ അലീന പിശാച് വന്നാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും വന്നാണോ? അങ്ങനെയാണ് പെട്ടത് തന്നെ. ഭയങ്കര ടെൻഷനായി ബബിതയ്ക്ക്. ബബിത പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അപ്പുറത്തേരും മാറ്, ഞാൻ പോയി നോക്കട്ടെ, ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബബിത താഴേക്ക് ഇറങ്ങി വന്നു. ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അലീന നിൽക്കുന്നുണ്ട്. ഇവളോ? ഈ പിശാചന്ദ്രൻ ഇത്ര നേരത്തെ വന്നേ? ഇവള് വൈകുന്നേരം വരുമെന്നോ കരുതിയിരുന്ന പണിയായോ? എൻ്റെ ദൈവമേ, നല്ലൊരു അവസരമായിരുന്നു. ആ ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഒടുവിൽ ബബിത കഥ തുറക്കാൻ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്താ ബബിത, നീ അവിടെ എന്തെടുക്കുമായിരുന്നു ചോദിച്ചു. എന്താ, നീ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങ് തുറക്കണമെന്ന് ചോദിച്ചു. അല്ല, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് പറഞ്ഞു. അപ്പം നീ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. ഓ അമ്മയോ? ആരുടെ അമ്മ? അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, ഞാൻ ആ ഒരർത്ഥത്തിൽ പറഞ്ഞല്ലേ, നീ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ട. നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അതെ, ഞാൻ പോകുമോ വരുമൊക്കെ അതെൻ്റെ ഇഷ്ടം, നീ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ബബിതയുടെ മുഖത്ത് ആകെപ്പാടൊരു വെപ്രാളമൊക്കെ, എന്തോ ഒരു ടെൻഷൻ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവളെന്തിനാ ഇത്ര പേടിക്കുന്നേ? താനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവളുടെ മുഖത്തൊരു വല്ലാത്ത വെപ്രാളമുണ്ട്. അലീന ഭാക്ക് വെക്കാണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അങ്ങനെ മുറിയിലേക്ക് പോയി തിരികെ വന്നു കഴിയുമ്പോഴത്തേനും ജ്യൂസ് കുടിച്ച് 2 ഗ്ലാസ്സൊക്കെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഇതെന്താ 2 ഗ്ലാസ്? ഒരു പക്ഷേ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ബബിത ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. ബബിതയ്ക്ക് ടെൻഷനായി. ഇനി എങ്ങാനും ഇവള് കള്ളത്തരം കണ്ടുപിടിക്കുവാന്ന്. പിന്നെ ബബിതയോട് ചോദിച്ചു, അല്ല ബബിത, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അലീന ചോദിച്ചു. വേറെ ആര്? ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറയണം. അല്ല, നീ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് റെഡിയാവാത്ത എന്താ? അത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പോയിക്കോളാം, നീ അതോർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ബബിത കാരണമില്ലാതെ കിടന്ന് ദേഷ്യപ്പെടുവാണ്. അല്ലെങ്കിൽ അവൾക്ക് വരാൻ കണ്ട സമയം എന്നൊക്കെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, അതെ, നിന്റെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇവിടെ ഏതോ ഒരു കള്ളം കയറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബബിത ചോദിച്ചു, കള്ളനോ? അതെ, ഏതോ ഒരു കള്ളനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ കൂടാതെ വേറെ ആരോ ഉള്ള പോലെ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അലീന മുകളിലേക്ക് കയറിപ്പോയി. കാരണം അലീനയ്ക്കറിയാം ബബിത ഇതിനു മുമ്പ് കാണിച്ച പരിപാടി എന്താന്ന്. ഒരു ചെക്കനെ വിളിച്ച് കയറ്റിയതൊക്കെ അലീനയ്ക്ക് നന്നായിട്ടറിയാം. ഇപ്പം ഇവള് കോളേജിൽ പോകാതിരിക്കുന്ന അതുകൊണ്ടാണോ? ഹോസ്പിറ്റലിലും പോയിട്ടില്ല എതിരായിട്ടും. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട് താനും. അങ്ങനെ അലീന മുകളിലേക്ക് പോയി അവിടെയൊക്കെ നോക്കണം. ആ സമയം ബബിത ഞെട്ടിപ്പോയി. അവനെ എങ്ങാനും കണ്ടാൽ തീർന്നു. അതേ സമയത്ത് അമൽ എന്ത് ചെയ്തു? കാമുകന് അവനൊരു മുറിക്കറി പാത്തിരിക്കുകയാണ്. അലീന അവിടെയൊക്കെ നോക്കിയിട്ട് കാണാതെ വരാഞ്ഞിട്ട് വേറൊരു മുറിയിലേക്ക് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നേ. അവൻ ആ മുറിയിൽ ഇങ്ങനെ പാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി, ഇത് അവൻ തന്നെ, അന്നും വന്നവന്. അവനെ കണ്ടാൽ തന്നെ അറിയാം പക്ക ഒരു ഫ്രോഡാന്നുള്ള കാര്യം. അലീനെ പെട്ടെന്ന് എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കത്തിക്കേട്ടങ്ങ് കയറി ചെല്ലുവാണ്. ആ സമയം ബബിത ചോദിച്ചു, അല്ല നീ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഒരു കള്ളനുണ്ടെന്ന് പറഞ്ഞു മുകളിൽ. കള്ളനോ? അതെ, ഞാൻ അവനെ കണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ബബിത പിന്നാലെ കയറി വരുവാണ്. ഈ സമയത്ത് ബബിത പറഞ്ഞു, അതെ, കള്ളനൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെയോ? അതെൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഫ്രണ്ടോ? അപ്പം നീയല്ലേ പറഞ്ഞു ഇത്ര സമയം ഇവിടെ ആരും ഇല്ലെന്ന്. എന്നിട്ട് ഇപ്പോഴോ? അത് പിന്നെ അവൻ എന്നെ കാണാൻ വേണ്ടി വന്നാ. നിന്നെ കാണാൻ വേണ്ടി വന്നാണെങ്കിൽ അവൻ താഴെയല്ല കണ്ടേ, അവൻ എന്തിനാടി മുകളിലേക്ക് കയറി വന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിച്ചു. ഞാൻ ആരാന്നേ കാണിച്ചുതരാം, അവനെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവലാകപ്പാടെ വിഷമിച്ച് വയ്ക്കുക, എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഓർത്തുണ്ട്. പെട്ടെന്ന് അമലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അലീനിച്ചു, നീ ഏതടാ, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നേ? ആരും ഇല്ലാത്ത സമയത്തെന്നൊക്കെ ചോദ്യം ചെയ്യുവാണ്. അപ്പോഴേക്കും ബബിത അമലിനോട് പറഞ്ഞു, അമലെ നീ പോകാൻ നോക്ക്, ഇവള് പറയുന്നതിനൊന്ന് ഉത്തരം കൊടുക്കണമെന്ന് പറയണം. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിടാനായിട്ട് അലീന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനെ
പിടികൂടി 2 കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ബബിത കയറി പിടിച്ചു അലീനെ. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവന് പുറത്തേക്ക് കയറി ഓടുന്ന സമയത്ത് ബബിതയുടെ കൈയൊക്കെ വിടുവിച്ച് അലീനെ ആ പിന്നാലെ ചെന്നപ്പോൾ കിട്ടും അവിടെ കിടന്നൊരു കുറ്റിച്ചൂല. അതെടുത്ത് കുറെ അടിക്കുന്നുണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഒടുവിൽ അവനെ അവിടെ നിന്ന് അടിച്ചോടിച്ചു. പിന്നീട് അലീനെ അങ്ങോട്ട് കയറി വന്നു. അലീനയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബബിത ചോദിച്ചു, നീ എന്തു പരിപാടിയാണ് കാണിച്ചേ? എന്നെ കാണാൻ വന്നവൻ അവന്. നിന്നെ കാണാൻ വന്നതേ ആളില്ലാത്ത സമയത്തല്ല ഈ വീട്ടിൽ വരണ്ടേ, അറിയാലോ. അച്ഛനും എല്ലാവരും ഉള്ള സമയത്ത് മാന്യമായിട്ട് വരണം, അല്ലാതെ മുറി വിളിച്ചു കയറ്റിക്കൊണ്ട് ഇരുത്തുമല്ല ചെയ്യുന്നേ. ഇതേ ബബിതേ, അറിയാലോ നിന്റെ ഈ പ്രായം അതത്ര ശരിയല്ല. എത്രയാന്ന് പറഞ്ഞാലും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ കേട്ടപ്പോൾ ബബിത ചോദിച്ചു, ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഞാൻ ആരാ നിനക്ക് മനസ്സിലായല്ലേ? അതെ, നിന്റെ അച്ഛൻ്റെ മോളാ ഞാനെന്ന് പറയണ. എടി, അതിന് നിന്നെ ഞാനങ്ങനെ കരുതിയിട്ടില്ല. നീ കരുതണ്ട. നിന്നെ ഉപദേശിക്കാനും ശാസിക്കാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ട്. എൻ്റെ അച്ഛൻ്റെ മോളാ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കിടന്ന് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, നിന്നെ കാണിച്ചാലാന്ന് പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ അലീന പറഞ്ഞൊരു കാര്യം ചെയ്യാം, അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആളില്ലാത്ത സമയത്ത് നിനക്ക് ഇവിടെ ഇതാ പരിപാടിയെന്ന്. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ബബിത പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാടി, അധിക ദിവസം നിന്നെ ഇവിടെ ഞാൻ നിർത്തത്തില്ല, നിന്നെ ഇവിടെ ഞാൻ കെട്ടിക്കുമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. ബബിത ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. ബബിതയുടെ ഈ പോക്കൊട്ടും ശരിയല്ല. ആളില്ലാത്ത സമയത്ത് അവനെ മുറി വിളിച്ച് കയറ്റുക, എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലീനയ്ക്കുണ്ടായി. പിന്നീട് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ വിളിക്കുകയാണ്. മനുശങ്കർ വിളിച്ച് അലീനയോട് സംസാരിക്കണ സമയത്ത് അലീനയ്ക്ക് തോന്നി, പറഞ്ഞാലോ മനുവേട്ടനോട്, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒടുവിൽ അലീന മനുശങ്കറിനോട് കാര്യങ്ങൾ പറയണം. മനുവേട്ട ഇവിടെ വന്നു കഴിഞ്ഞപ്പം ബബിതയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അതേലപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആണെങ്കിലോ? ഫ്രണ്ട് ആയിരിക്കാം, പക്ഷെ ആരോരും ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിലേക്ക് അവനെ കയറ്റിയെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ബബിതയ്ക്ക്? അത് ശരിയാണല്ലോ, അല്ലെങ്കിൽ അവളുടെ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല അലീന. അവൾ ആളത്ര വെടിപ്പാന്ന് എനിക്ക് തോന്നില്ല. അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ടെന്ന് തോന്നേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, ഇതെങ്ങനെ ഞാൻ അച്ഛനോട് പറയും? എനിക്കറിയില്ല. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മനുശങ്കർ പറഞ്ഞു, അത് ശരിയാ, അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിള് ചിലപ്പോൾ എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തെന്നിരിക്കും. പിന്നെ ആൻറ്റിയുടെ കാര്യം അറിയാലോ. അല്ല, ആൻറ്റിക്ക് ഇത് വല്ലതും നോക്കാനും സമയം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ മനുശങ്കർ പറയാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതേ സമയത്ത് ബബിത ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ എന്നിട്ട് ബബിതയോട് വൈജയന്തിയോട് പരാതികളൊക്കെ പറയണം ബബിത. അവളുണ്ടല്ലോ, അവളെ എറണാകുളത്തിനാന്നും പറഞ്ഞ് പോയിട്ട് തിരികെ വന്നിട്ടുണ്ട്. എനിക്ക് പറ്റില്ലമ്മേ അവിടെ നിൽക്കാനായിട്ട്. അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവണം, ഡിസ്ചാർജായി വീട്ടിലേക്ക് വരണം. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, വീട്ടിലേക്ക് വരാനോ? ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമ്മ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ എന്നെയും കൊണ്ടുപോകണം, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കൂടെ നീ മാത്രം വരത്തുള്ളൂ, അത് രോഹിത്തും വരുമെന്ന് ചോദിച്ചു. രോഹിത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ചിലപ്പോൾ വരുമായിരിക്കും. രോഹിത്തിന് അവിടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ അധികാരമല്ലേ ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ കൃഷ്ണ, അവൾ എന്താണെങ്കിലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എനിക്ക് അവളെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എന്തിനും ഏതിനും അവളുടെ പെർമിഷൻ വേണമെന്ന് ഒരു ഗതികേടാ വന്നിരിക്കുന്നത്. എന്തൊരു ചോദ്യം ചെയ്യത്തില്ല, എന്തോ വലിയ അവിടുത്തെ ആളാന്നുള്ള രീതിയിലാണ് സംസാരം, മട്ടും ഭാവവും ഒക്കെ. എനിക്കങ്ങോട്ട് ഒട്ടും സഹിക്കുന്നില്ല. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അവളെ അവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ആങ്ങളമാരെ വിളിച്ചു വരുത്തിയത്. ഒടുവിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തു. അതെ അമ്മേ, അവരൊക്കെ വന്നിട്ട് എന്താ ചെയ്ത്? ഒടുവിൽ അവൾക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് പോവുക ചെയ്തേ. എനിക്കത് സഹിച്ചില്ല. ഇനി എന്തായാലും ഞാൻ അവിടെ നിൽക്കത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിക്കുമ്പോൾ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവളുള്ളിടത്തേക്ക് ഞാൻ വരാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അത് മതിയമ്മേ, ഞാൻ അമ്മ എവിടെയുള്ളതാണെങ്കിൽ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഇനി ആ വീട്ടിൽ നിൽക്കത്തില്ല. അച്ഛനാണെങ്കിൽ പഴയതുപോലെ ഒന്നുമല്ല, അവളവിടെ സ്നേഹം, അവൾ പറയുന്നതൊക്കെ അനുസരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് അലീന മുറിയിലേക്ക് എന്ന് ഡ്രസ്സ് മാറാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒറ്റ ചുരിദാറുള്ള എല്ലാം കത്രയൊക്കെ ഞറക്കി വെച്ചിരിക്കുമല്ലേ. എന്ത് ചെയ്യണമെന്നില്ല അറിയത്തില്ല അലീനയ്ക്ക് മനസ്സിലായി, ഒരു പക്ഷേ ബബിതയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക, വേറെ ആരും ചെയ്യത്തില്ല. പുറത്തുനിന്ന് ആരും വന്നിട്ട് തൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ചെയ്യത്തില്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അലീനയ്ക്ക്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇനി ഡ്രസ്സ് ഇടാൻ പോലും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ബാലേന്ദ്രൻ വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേനും അലീന കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ബബിതയ്ക്കുള്ളത് കിട്ടുക തന്നെ ചെയ്യും. ബാലേന്ദ്രനെ വെറുതെ പെടുത്തില്ല ബബിതയെ. ഇത്ര വില ക്രൂരത കാണിക്കുമ്പോൾ അതിനുള്ള ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.